പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു വലിയ ചുടുകാടിനെ കുറിച്ച്. ഏറെ വേദനാജനകമായ വാർത്തയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിപ്ലവ് സൂര്യൻ സ്കാവ് VS വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വലിയ ചുടുകാടിലാണ് ഇന്ന് ദഹിപ്പിക്കുന്നത്. വലിയ ചുടുകാടിന്റെ ചുവന്ന മണ്ണിന്റെ ചരിത്രം നമുക്ക് എന്താണെന്നറിയാം. ആത്മാക്കളുടെ നിലവിളികൾക്കപ്പുറം ആത്മാർത്ഥതയുടെ ഒരു കഥ കൂടി ഈ വലിയ ചുടുകാടിന് പറയാനുണ്ട്. VSനും അവിടെയാണ് ഇടമൊരുങ്ങുന്നത്. വിപ്ലവ മണ്ണിന്റെ ആ കഥ നമുക്ക് നോക്കിയാലും. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആലപ്പുഴയിലെ സമര പോരാളികളുടെ ചോരയും മാംസവും ചിതറിത്തെറിച്ച മണ്ണാണ് വലിയ ചുടുകാട്. വെടിയുണ്ടകളെ പൂക്കളമാക്കിയ പോരാളികളുടെ ചരിത്രം പറയുന്ന മണ്ണ് വലിയ ചുടുകാട്. കവുങ്ങിന്റെ ചികളകൾ വെട്ടിക്കൂർപ്പിച്ച് വാരിക്കുന്തമാക്കി SRCPയുടെ പോലീസിന് മുമ്പിൽ സധൈര്യം നേരിട്ട ജനകീയ പോരാളികളെ ചുട്ടുകൊന്ന മണ്ണാണ് വലിയ ചുടുകാട്. 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ ജീവൻ വെടിഞ്ഞ നിരവധി രക്തസാക്ഷികളെ കൂട്ടമായി അടക്കം ചെയ്ത സ്ഥലമാണിത്. അവരുടെ ഓർമ്മയ്ക്കായി ഇവിടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മണ്ഡപങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു പുണ്യഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. ദിവാൻ ഭരണത്തിന് അറുതി വരുത്തുന്നതിനും അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപിച്ചുമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഓർമ്മകളും ഈ സ്ഥലവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. വെടിയേറ്റ് രക്തസാക്ഷികളായവരെയും പരിക്കേറ്റവരെയുമെല്ലാം വലിയ ചുടുകാട്ടിലിട്ട് SRCPയുടെ പോലീസ് പച്ചയ്ക്ക് കത്തിച്ചതാണ് ചരിത്രം. ആ ചരിത്രമാണ് ഇന്ന് നാം ഓർക്കേണ്ടത്. പുന്നപ്രയിലെ പോലീസ് ക്യാമ്പ് ആക്രമണത്തിന്റെ ബാക്കിപത്രമായിരുന്നു അന്നത്തെ ആ ക്രൂര കൊലപാതകം. 10,000-ലധികം പേരാണ് അന്ന് പോലീസ് ക്യാമ്പ് വളഞ്ഞത്. ഇൻസ്പെക്ടർ വേലായുധൻ നാടാരുമായി അന്ന് നേതാക്കൾ തർക്കത്തിലേർപ്പെടുന്നു. ഒടുവിൽ അത് സംഘർഷത്തിലേക്കും ഇൻസ്പെക്ടർ നാടാറടക്കം 3 പോലീസുകാർ കൊല്ലപ്പെടുന്നതിലേക്കും സ്ഥിതിവിശേഷം എത്തുന്നു. കുന്തവും കമ്പും കല്ലുമായി പോലീസിനെ നേരിട്ട സമരക്കാർക്ക് പോലീസിന്റെ വെടിവെപ്പിൽ ജീവൻ നഷ്ടമാവുന്നു. ഒരു ഘട്ടത്തിൽ വെടിയുണ്ട തീർന്ന് പോലീസ് പിൻവാങ്ങുകയായിരുന്നു, ഒപ്പം സമരക്കാരും. അപ്പോഴും കുറെ പേർ പരിക്കേറ്റ് അവിടെ തന്നെ കിടന്നിരുന്നു. പിന്നീട് പോലീസ് ക്യാമ്പിലേക്ക് എത്തിയ DSP വൈദ്യനാഥ അയ്യരുടെ നേതൃത്വത്തിലുള്ള പട്ടാളം പരിക്കേറ്റവരെ വീണ്ടും തല്ലിച്ചതച്ച് കൊലപ്പെടുത്തി. ഇവരെ വലിയ ചുടുകാട്ടിലെത്തിച്ച് കൂമ്പാരം കൊട്ടി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. അതാണ് ചരിത്രം. ഇതിൽ ജീവനുള്ളവരും ഉണ്ടായിരുന്നു. കാട്ടൂരിൽ നിന്നും മാരാരികുളത്ത് നിന്നും കൊണ്ടുവന്നവരെയും പിന്നീട് ഇത്തരത്തിൽ ഇവിടെ കത്തിച്ചു. പച്ച ജീവൻ കത്തിയെരിഞ്ഞ മണ്ണിലാണ് മുതിർന്ന നേതാക്കൾക്കുള്ളതുപോലെ VSനും ഇടമൊരുക്കുന്നത്. എല്ലാ വർഷവും പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായി വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി അനുസ്മരണവും പതാക ഉയർത്തലുമെല്ലാം നടക്കാറുണ്ട്. അതെല്ലാം ഈ ഓർമ്മ പുതുക്കലാണ്. ഈ ചടങ്ങുകളിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കാറുണ്ട്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം സംസ്കരിക്കുന്നതും ആലപ്പുഴയിലെ വലിയ ചുടുകാട് ശ്മശാനത്തിലാണ്. ഇത് ഈ സ്ഥലത്തിന് കൂടുതൽ ചരിത്രപരമായ പ്രാധാന്യം നൽകുന്നു. P. കൃഷ്ണപിള്ളയും MN ഗോവിന്ദൻ നായരും KR ഗൗരിയമ്മയും എല്ലാം യാത്ര അവസാനിപ്പിച്ച അതേ വലിയ ചുടുകാട്ടിലേക്ക് VSും പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണ് വലിയ ചുടുകാട്ടിലേത്. വർഷം തോറും പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിൽ ആയിരങ്ങളാണ് വലിയ ചുടുകാട്ടിലെത്തി ധീര രക്തസാക്ഷികൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ആലപ്പുഴ നഗരസഭയുടെ കീഴിലുള്ള സ്ഥലമാണ് വലിയ ചുടുകാട്. ഇവിടെ 50 സെന്റിലായി 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വെവ്വേറെ സ്മാരകങ്ങളുണ്ട്. മുതിർന്ന CPI നേതാവും നിയമസഭാംഗവുമായിരുന്ന R. സുഗതനാണ് വലിയ ചുടുകാടിന്റെ നിർമ്മാണത്തിന് ശിലയിട്ടത്. TV തോമസ് അത് സമർപ്പിച്ചു. 1964 പാർട്ടി പിളർപ്പിൽ CPIയും CPMും വ്യത്യസ്ത സ്മാരകങ്ങൾ നിർമ്മിച്ചു. എല്ലാ വർഷവും പുന്നപ്ര വയലാർ വാർഷികത്തിൽ ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നത് വലിയ ചുടുകാട്ടിൽ നിന്നാണ്. P. കൃഷ്ണപിള്ള, MN ഗോവിന്ദൻ നായർ, S. കുമാരൻ, CK ചന്ദ്രപ്പൻ, R. സുഗതൻ, TV തോമസ്, PT പുന്നൂസ്, ജോർജ് ചടയമുറി, PK ചന്ദ്രാനന്ദൻ, KR ഗൗരിയമ്മ, PK പത്മനാഭൻ, TV രമേശ് ചന്ദ്രൻ, MK സുകുമാരൻ, CG സദാശിവൻ, N. ശ്രീധരൻ, VI സൈമൺ ആശാൻ, KC ജോർജ്, VK വിശ്വനാഥൻ, PK കുഞ്ഞച്ചൻ, KK കുഞ്ഞൻ, CK കേശവൻ, MT ചന്ദ്രസേനൻ, S. ദാമോദരൻ, ഏറ്റവും ഒടുവിൽ NK ഗോപാലൻ എന്നിവരെല്ലാം ഉറങ്ങുന്ന മണ്ണാണ് വലിയ ചുടുകാടിന്റേത്. തന്റെ സഖാക്കൾക്കൊപ്പം VS അന്ത്യവിശ്രമത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. വലിയ ചുടുകാട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുണ്യഭൂമിയാണ്. ഇത് കേവലം ഒരു ശ്മശാനം എന്നതിലുപരി പുന്നപ്ര വയലാർ സമരത്തിലെ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന ഒരു ചരിത്രഭൂമിയാണ്. പുന്നപ്ര വയലാർ സമരഭടന്മാരുടെ ധീരസ്മരണകൾ ജ്വലിക്കുന്ന വലിയ ചുടുകാട് സമരനായകനെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെയും P. കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും സ്മൃതി കുടീരങ്ങൾക്കരികിലാണ് VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. പുന്നപ്ര വയലാർ സമരനായകനായ VS അച്യുതാനന്ദൻ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി ഈ മണ്ണിലായിരുന്നു എന്നത് കണ്ണു നനയിക്കുന്ന യാദൃശ്ചികതയാണ്. നന്ദി.
നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.